യുകെയിലെ ഏറ്റവും വിചിത്രമായ ചിലവുകളിൽ ഒന്നാണ് ടി വി ലൈസൻസ് ഫീ. ഇത് എങ്ങനെ നിലവിൽ വന്നുവെന്നും എന്തിന് നിലവിൽ വന്നുവെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു നൂറ്റാണ്ട് മുൻപ്, അതായത് 1920കളിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അഥവാ BBC-യുടെ മുന്നിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആരുടെയും സ്വാധീനമില്ലാതെ, ആരോടും പക്ഷപാതം കാണിക്കാതെ, വാർത്തകൾ മായം ചേർക്കാതെ ടിവിയിലൂടെയും റേഡിയോയിലൂടെയും ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും എന്നതായിരുന്നു ആ പ്രശ്നം. BBC പോലെയുള്ള ഒരു വലിയ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്നത് വളരെ ചിലവേറിയ ഒരു സംരംഭമാണ്. പക്ഷെ BBC-യെ തികച്ചും നിഷ്പക്ഷമാക്കണമെങ്കിൽ ആ ചിലവിനുള്ള ഫണ്ടിംഗ് ഗവൺമെന്റിൽ നിന്നോ രാഷ്ട്രീയക്കാരിൽ നിന്നോ സ്വകാര്യ കമ്പനികളിൽ നിന്നോ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരുടെ ഒക്കെ താല്പര്യങ്ങൾ BBC-ക്ക് സംരക്ഷിക്കേണ്ടി വരും. ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായി 1923-ൽ BBC-യുടെ അന്നത്തെ ചെയർമാനായിരുന്ന മിസ്റ്റർ ജോൺ റെയ്സ് മുന്നോട്ട് വെച്ച റൂൾ ബേസ്ഡ് ആയ ഒരു ആശയമാണ് TV ലൈസൻസ് ഫീ. അതായത് BBC-യുടെ നടത്തിപ്പിനുള്ള തുക പൊതുജനങ്ങളിൽ നിന്നും ഒരു ചെറിയ ഫീ ആയി ഈടാക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി BBC-യുടെ ഇൻഡിപെൻഡൻസ് സുരക്ഷിതമാക്കുക. TV ലൈസൻസ് ഫീ അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പകരം കിട്ടുന്ന പ്രധാന അഡ്വാൻറ്റേജസ് രണ്ടാണ്. ഒന്ന്, BBC-യുടെ ഒരു ചാനലിലും പരസ്യങ്ങൾ ഉണ്ടാവാറില്ല. UK-യിലെ ഉയർന്ന നിലവാരമുള്ള പല പരിപാടികളും അതുപോലെ തന്നെ വിംബിൾഡൺ, ഒളിമ്പിക്സ് തുടങ്ങിയ സ്പോർട്സ് ഇവന്റ്സിന്റെ ലൈവ് ടെലികാസ്റ്റിംഗും പ്രേക്ഷകരിലേക്ക് ഫ്രീ ആയി എത്തിക്കുന്നത് BBC-യാണ്. രണ്ട്, വാർത്തകൾ സത്യമായി നിഷ്പക്ഷമായി BBC ജനങ്ങളിലേക്ക് എത്തിക്കും. അവരുടെ വാർത്താ വിവരണത്തിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ആ തെറ്റ് പരസ്യമായി സമ്മതിക്കുകയും ആ വാർത്തയുടെ ശരിയായ രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം, ആരൊക്കെയാണ് TV ലൈസൻസ് ഫീ അടയ്ക്കേണ്ടത്? നിങ്ങൾ ലൈവായോ റെക്കോർഡഡ് ആയോ TV പ്രോഗ്രാംസ് കാണാറുണ്ടോ? എങ്കിൽ നിങ്ങൾ TV ലൈസൻസ് ഫീ അടയ്ക്കണം. BBC iPlayer ഉപയോഗിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പേ ചെയ്യണം. പക്ഷെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഡിസ്നി പ്ലസ്, യൂട്യൂബ് തുടങ്ങിയ സ്ട്രീമിംഗ് സർവീസസ് മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെയും ഈ സ്ട്രീമിംഗ് സർവീസസിലൂടെ ഏതെങ്കിലും ലൈവ് TV പ്രോഗ്രാംസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ TV ലൈസൻസ് ഫീ അടയ്ക്കണം. UK-യിൽ എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആരുടെയും സ്വാധീനമില്ലാതെ, ആരെയും ഭയക്കാതെ നിയമാനുസൃതമായി പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്ന ചിന്താഗതിയുടെ ഒരു വലിയ ഉദാഹരണമാണ് TV ലൈസൻസ് ഫീ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സത്യം സുരക്ഷിതമാക്കാൻ നമ്മുടെ സമൂഹം ഒരു ചെറിയ വില കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? കമന്റ്സിലൂടെ എന്നെ അറിയിക്കൂ. വീണ്ടും കാണാം.